ഹലോ ഫ്രണ്ട്സ്, വരാൻ പോകുന്ന 10th ലെവൽ എക്സാമുകൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി, 7ാം സ്ഥാനം. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ 7ാമതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? ആൻസർ ഓപ്ഷൻ ഡി, സജി ചെറിയാൻ. കേരള മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. മണ്ഡലം ഏതാണ്? ചെങ്ങന്നൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ സി, മുത്തങ്ങ വന്യജീവി സങ്കേതം. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ, ചൈന. 2026 നടക്കാൻ പോകുന്നത് 20ാമത് ഏഷ്യൻ ഗെയിംസ് ആണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? ജപ്പാനാണ്. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ജപ്പാനിലെ ഐച്ചി നഗോയ ആണ്. ജപ്പാനിലെ ഐച്ചി നഗോയ ആണ് 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പെരിയാറ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ആൻസർ ഓപ്ഷൻ സി, ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ആൻസർ ഓപ്ഷൻ ബി, ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ, 9. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകൾ എത്രയാണ്? 9 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി, പമ്പ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പ നദിയിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ കോളാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമടക്കായലാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി, 941. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെന്നാണ്. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്?
സൗമൻ സെൻ. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സൈലന്റ് വാലി. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി മേഘാലയ. ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? ആൻസർ ഓപ്ഷൻ സി 1973. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് എന്നാണ്? 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ആൻസർ ഓപ്ഷൻ ബി ജഗദീപ് ധൻകർ. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചാന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഓർബിറ്റർ. ചാന്ദ്രയാൻ 3യിലൂടെ ISRO വിക്ഷേപിച്ചവയാണ് ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂള്. ചാന്ദ്രയാൻ 3യുടെ ലാൻഡർ ഏതായിരുന്നു? വിക്രം ലാൻഡർ ആണ്. റോവർ ഏതായിരുന്നു? പ്രഗ്യാൻ റോവർ ആണ്. റോവർ പ്രഗ്യാൻ റോവർ. ലാൻഡർ ഏതായിരുന്നു? വിക്രം ലാൻഡർ. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിൻ്റെ ചിത്രം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. അമൃത ഷെർഗിലിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം. ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി എന്നീ ചിത്രങ്ങൾ നന്ദലാൽ ബോസിൻ്റേതാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി എന്നിവ നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങളാണ്. ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ഭാരതമാത എന്ന ചിത്രം ആരുടേതാണ്? അബനീന്ദ്രനാഥ ടാഗോറിൻ്റേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചരക്ക് സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ബി 1 ജൂലൈ 2017. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി പ്രേംചന്ദ്. ഹിന്ദി സാഹിത്യകാരനാണ് പ്രേംചന്ദ്. പ്രേംചന്ദിൻ്റെ പ്രധാന കൃതികളാണ് ഗോദാൻ, രംഗഭൂമി, പ്രേമാശ്രമം, സേവാസദൻ എന്നിവ. ഏതൊക്കെയാണ് പ്രേംചന്ദിൻ്റെ കൃതികൾ? ഗോദാൻ, രംഗഭൂമി, പ്രേമാശ്രമം, സേവാസദൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ഏഷ്യ. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ആൻസർ ഓപ്ഷൻ ബി കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? കാലം സാക്ഷി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദ്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്?
ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം ശരി. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ്. ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ് സഹായിക്കുന്നത്. ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ചർവണകം, അഗ്രചർവണകം എന്നിവ ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ്. ഏതൊക്കെയാണ്? ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ചർവണകം, അഗ്രചർവണകം എന്നിവ ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ സി പയർ. പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ലോല, മാലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി എന്നിവ. ഏതൊക്കെയാണ്? ലോല, മാലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി എന്നിവ പയറിൻ്റെ സങ്കരയിനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ആൻസർ ഓപ്ഷൻ സി കണ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? കണരോഗത്തിൻ്റെതാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണരോഗം അഥവാ റിക്കറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം ശരി. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. കൽക്കരി പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. സൂര്യൻ പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. കൽക്കരി പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. തിരമാല, സൂര്യൻ എന്നിവ പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി മലപ്പുറം. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി 2023. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം അഥവാ ചെറുധാന്യ വർഷം ഏതായിരുന്നു? 2023. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ ആർദ്രം. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ആൻസർ ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ജെയിന്റ് വീലിൻ്റെ ചലനം. ദോലന ചലനത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം. ഏതൊക്കെയാണ് ദോലന ചലനത്തിന് ഉദാഹരണങ്ങൾ? ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം. അടുത്ത ക്വസ്റ്റ്യൻ,
കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ടൈറ്റാനിയം. ബാക്കിയുള്ള മൂലകങ്ങൾക്ക് പേര് ലഭിച്ചത് ശാസ്ത്രജ്ഞരുടെ പേരിൽ നിന്നാണ്. മെൻഡലീവിയം, റൂദർഫോർഡിയം, ക്യൂറിയം എന്നിവ ശാസ്ത്രജ്ഞരുടെ പേരിൽ നിന്നും പേര് ലഭിച്ച മൂലകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 2, 3 ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ഇവിടെ ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയാണ് തന്നിട്ടുള്ളത്. അതായത് ഖരം ദ്രാവകമായി മാറുകയാണ് ചെയ്യുന്നത്. ഖരം ദ്രാവകമായി മാറുമ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു. അതുപോലെ കണികകൾ തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്യുന്നത്. അകലം കൂടുന്നത് കൊണ്ട് തന്നെ ആകർഷണം കുറയും. ഇനി കണികകളുടെ ചലനത്തിന് എന്താണ് സംഭവിക്കുക? കണികകളുടെ ചലനം കൂടുന്നു. ഖരം ദ്രാവകമായി മാറുമ്പോൾ കണികകളുടെ ചലനം കൂടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതുവരെ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റാണ്. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. എന്താണ്? ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ചിക്കൻ പോക്സ്. ഇതിലെ ചിക്കൻ പോക്സ് വൈറസ് രോഗമാണ്. ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഏതൊക്കെയാണ് ബാക്ടീരിയ രോഗങ്ങൾ? ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിപ്പ വൈറസിൻ്റെ പ്രകൃതിയ ഉള്ള വാഹക ജീവി ഏത്? ആൻസർ ഓപ്ഷൻ എ വവ്വാൽ. നിപ്പ വൈറസ് രോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ആൻസർ ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ്. എന്താണ്? ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം. ആൻസർ ഓപ്ഷൻ സി ഇരുമ്പ്.
രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഇരുമ്പാണ്. അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ എ സ്ഫിഗ്മോ മാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്ഫിഗ്മോ മാനോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏത്? ആൻസർ ഓപ്ഷൻ ഡി പ്രമേഹം. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ളവ ഏതൊക്കെയാണ്? അതിറോസ്ക്ലീറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം. അതിറോസ്ക്ലീറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം എന്നിവയാണ് രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗാവസ്ഥകൾ. അടുത്ത ക്വസ്റ്റ്യൻ, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയേൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്ത്? ആൻസർ ഓപ്ഷൻ എ വിപ്സ്. എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയേൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയാണ് വിപ്സ്. വിപ്സിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? വീക്ക്ലി അയേൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ ആണ്. വീക്ക്ലി അയേൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? ആൻസർ ഓപ്ഷൻ ഡി ബാലമിത്ര. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ആൻസർ ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയൊക്കെയാണ്? ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. എങ്ങനെയൊക്കെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത്? ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. അടുത്ത ക്വസ്റ്റ്യൻ, സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ആൻസർ ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? ആൻസർ ഓപ്ഷൻ ബി കൊൽക്കത്ത. എന്താണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയത് കൊൽക്കത്തയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി തുടങ്ങനാട്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ്? തുടങ്ങനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ സി 28%. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28%. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ദിവസം പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. താങ്ക്